ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. കൊച്ചി ഓഫീസിൽ നിന്നുള്ള ചില രേഖകൾ ഡൽഹി ഓഫീസിലേക്ക് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് റിപ്പോർട്ടായി കിട്ടിയാലുടൻ തന്നെ ആ അന്വേഷണങ്ങളിലേക്ക് കടക്കും. ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അല്ലെങ്കിൽ അവർ അറസ്റ്റ് ചെയ്ത ആളുകളെയും ഇനി കൂടുതൽ ആളുകളിലേക്കും അന്വേഷണം കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ആദ്യഘട്ടത്തിൽ ഈ SIT അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയിരിക്കുന്ന റിപ്പോർട്ടും റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിൽ ആരെയൊക്കെ കക്ഷി ചേർക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ED നിയമോപദേശത്തിനായി കാത്തിരിക്കുന്നത്. പ്രധാനമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമാർ 2 പേർ ഇപ്പോൾ ജയിലിലാണ്. A. പത്മകുമാറും N. വാസുവും. ഇവരെയായിരിക്കും പ്രഥമഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ കക്ഷി ചേർക്കുക അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുക. അതിന് തൊട്ട് പിന്നാലെയായിരിക്കും സ്വർണം വാങ്ങിയവരെയും ചെമ്പുപാളിയിൽ സ്വർണം പൂശിയവരെയുമൊക്കെ ഉൾപ്പെടുത്തുക. എന്തായാലും അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. SIT തുടങ്ങിയ അന്വേഷണത്തിൽ നിന്നും വ്യത്യസ്തമായി മറ്റു ചില തലങ്ങളിലൂടെയാണ് അവരുടെ അന്വേഷണം കടന്നു പോകുന്നത്. നിലവിൽ വലിയ തരത്തിലുള്ള പരാതികളാണ് ഈ സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ നിന്നും EDക്ക് ലഭിച്ചിട്ടുള്ളതെന്ന വിവരവും പുറത്തേക്ക് വരുന്നു. അതായത് ചില വ്യക്തികൾ, ചില സംഘടനകൾ ഇവരൊക്കെ തന്നെ വലിയ തരത്തിലുള്ള സാമ്പത്തിക അഴിമതി ശബരിമലയുടെ പേരിൽ നടന്നിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ടുള്ള പരാതികൾ നൽകിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, ഇതിനെല്ലാം ഉപരിയായി അഴിമതി നിരോധന നിയമം അനുസരിച്ചാണ് ED ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശബരിമല കേസും അഴിമതി നിരോധന നിയമം അനുസരിച്ചാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും ഒരേ വഴിക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയുന്ന മുഴുവൻ ആളുകളും കൃത്യമായും പ്രതി ചേർക്കപ്പെടും. പ്രതി ചേർത്താൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ 3 മുതൽ 6 മാസം വരെ ഇവർക്ക് ജയിലിൽ കഴിയേണ്ടി വരും. ജാമ്യം കിട്ടുകയില്ല. മാത്രവുമല്ല, ഇവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുക, ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. ED ഇതിനെ വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. വലിയ തരത്തിലുള്ള കൊള്ളപ്പണം, അതിനപ്പുറത്തേക്ക് വ്യാജമായ രേഖകൾ തയ്യാറാക്കിക്കൊണ്ട് ശബരിമലയുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു നടപടി കൂടി നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ED പുറത്തേക്ക് വിട്ടിട്ടില്ല എങ്കിൽ പോലും അവരുടെ മുന്നിലുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണം കൂടി പുരോഗമിക്കുന്നുണ്ട്. ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവർ അന്വേഷണം നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ അത്രയ്ക്ക് നിൽക്കുമ്പോൾ 2 പേരും സമാന്തര രേഖകളായി സഞ്ചരിക്കുമോ SITയും EDയും? അതാണ് ഒരു ചോദ്യചിഹ്നമായി തുടരുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ തരത്തിൽ വേഗത്തിൽ അന്വേഷണം തുടങ്ങിയ SIT പ്രത്യേക അന്വേഷണ സംഘം തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ് വേഗത കുറച്ചു. മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് A. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി തന്നെ ഏകദേശം വേഗത നന്നായി കുറഞ്ഞിരുന്നു. ചോദ്യം ചെയ്യലും കസ്റ്റഡിയിൽ വാങ്ങലും ഒക്കെ പിന്നീട് അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് പോയി. വീണ്ടും കോടതി ഇടപെടും, കോടതിയുടെ ഭാഗത്തു നിന്ന് ശകാരമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് വീണ്ടും 2 അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEOയെയും ഗോവർദ്ധനെയും. CEO പങ്കജ് ഭണ്ഡാരിയെ നേരത്തെ 2-3 പ്രാവശ്യം ചോദ്യം ചെയ്യുന്നതിനുവേണ്ടി വിളിച്ചു വരുത്തിയിരുന്നു. പക്ഷേ ഇരുവരുടെ പേരിലും സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. ഇനി ഇവിടം കൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കുമോ, അതോ ED ചില ആളുകളിലേക്ക് അല്ലെങ്കിൽ ചില ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴേക്കും അവരെ നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുക്കുവാൻ SIT ഒരു ശ്രമം നടത്തുമോ? എന്തായാലും ഇരുവരും ചേർന്നൊരു മത്സരം നടത്താതിരുന്നാൽ നന്ന്. ഈ പോക്ക് കണ്ടിട്ട് ഇരുവരും ഒരു മത്സരത്തിലേക്ക് കടക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ED ആദ്യഘട്ടത്തിൽ SIT അന്വേഷിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആളുകളിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ്. അവരെ ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റു ചില കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്ന് EDയുടെ ഉദ്യോഗസ്ഥർക്കും നന്നായി അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശബരിമലയിലെ ചില ഉദ്യോഗസ്ഥരെ കൂടി അന്വേഷണ പരിധിയിലേക്ക് ഉൾപ്പെടുത്തും. മുൻ ഉദ്യോഗസ്ഥരും ഇപ്പോൾ നിലവിലുള്ള ചില ഉദ്യോഗസ്ഥരും അവർ കൂടി ഉൾപ്പെട്ട് കഴിയുമ്പോഴേക്കും കേസിൻ്റെ തലം മാറും എന്നുള്ളത് ഉറപ്പാണ്. രാഷ്ട്രീയ ഇടപെടൽ ഇല്ലെങ്കിൽ, കൃത്യമായ രേഖകളിലൂടെ മുന്നോട്ട് ED പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അന്വേഷണം കൃത്യമാണ് എന്നുണ്ടെങ്കിൽ കുടുങ്ങുന്നവരുടെ എണ്ണം ഇതല്ല ഇതിനും അപ്പുറത്തേക്കായിരിക്കും. 1999 മുതലുള്ള അന്വേഷണത്തിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞിടക്കുന്ന പലരും ഈ കേസിൽ കുടുങ്ങപ്പെടും. ഉറപ്പാണ്, അവർ കൂടി ഉൾപ്പെടും. പക്ഷേ ഒരു കാര്യം, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതിനിടയിൽ ഈ അന്വേഷണം ഒരു പ്രഹസനമാക്കി മാറ്റി കേവലം ചില ആളുകളെ മാത്രം അറസ്റ്റ് ചെയ്ത് ED മുങ്ങിയാൽ
അത് വലിയ തരത്തിൽ ഉള്ളൊരു നാണക്കേടായി മാറുകയും ചെയ്യും. നമ്മൾ പല കേസുകളിലും അത് കണ്ടതാണ്. പക്ഷേ അതുണ്ടാകില്ല. SITയും EDയും മത്സരിച്ച് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വലിയൊരു കൊള്ള പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ഇരുവരും ഒരുമിച്ച് പ്രയത്നിക്കട്ടെ.